യൂത്ത് കോൺഗ്രസ് പുകമറ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ശിവൻകുട്ടിയും വിമർശിച്ചു. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സമരമാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, യൂത്ത് കോൺഗ്രസുകാർ അങ്ങനെയൊന്നും ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒറ്റപ്പെടുത്തി വിരട്ടാനൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിരട്ടിലൊന്നും പുറകോട്ട് പോകുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മന്ത്രിമാരും. ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം ചർച്ച ചെയ്യാം. മുമ്പും ആരോഗ്യരംഗത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു പുകമറ സൃഷ്ടിക്കാൻ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഈ വിരട്ട് സമരമൊന്നും അത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സമരം നടക്കുന്നതിനൊന്നും ആരും എതിരല്ല, പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനും എതിരല്ല. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? രാവിലെ 7:30 മണിക്ക് ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വീട് അതിക്രമിച്ച് കയറി വാതിൽ തുറന്ന് റീത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അവസാനം കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഈ റീത്ത് വെക്കുന്നത്. ഇത് കേരളത്തിൽ നടാടെയാണ്. ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനൊരു സംഭവം വളരെ വളരെ നിന്ദ്യമായിട്ടുള്ള, വളരെ അധിക്ഷേപാർഹമായിട്ടുള്ള ഒരു സമരമുറ ഇതിനു മുൻപ് ആരുടെ ഭാഗത്തുനിന്നുണ്ടായതായിട്ട് ഞാനറിയില്ല. പി കെ ശ്രീമതി ടീച്ചർ സംസാരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ജിബിൻ ജെ ബി നമുക്കൊപ്പം ചേരുന്നു. ജിബിൻ, യഥാർത്ഥത്തിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു പരിധി ലംഘിച്ചു എന്ന രീതിയിലുള്ള വിമർശനമാണ് ഇടതുപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് സ്കിൻ. കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധവുമാണ് ഇന്ന് ഈ തൈക്കാട് ഹൗസിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലുണ്ടായത്. കാരണം 7:30 കൂടിയാണ് അവിടെ ഈ ഒരു പ്രതിഷേധം എത്തുന്നത്. പക്ഷേ ആ സമയത്ത് ഈ പ്രതിഷേധത്തെ നേരിടാൻ ഉണ്ടായിരുന്നത് വിരളിൽ എണ്ണാവുന്ന പോലീസുകാർ മാത്രമാണ്. കാരണം ഹോംഗാർഡ് ഉൾപ്പെടെ 3 പേർ മാത്രമാണ് ആ സമയത്ത് ഔദ്യോഗിക വസതിയിലുണ്ടായിരുന്നത്. ഇവിടെ ഈ സുരക്ഷാ വീഴ്ചയുടെ കാര്യം എടുത്ത് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ട് കൂടി അവിടെ കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല 7:30 കൂടി പ്രതിഷേധക്കാർ എത്തുന്നു. ഈ അതിനെ പ്രതിരോധിക്കാൻ 3 പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രതിഷേധക്കാർ ഗേറ്റ് തള്ളി തുറന്നതല്ല, നമുക്കറിയാം, ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഗേറ്റിന്റെ പൂട്ട് പൊളിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ അകത്തേക്ക് കയറിയ ഉടനെ അവർ കയ്യിലുണ്ടായിരുന്ന റീത്ത ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലുള്ള പ്രധാന വാതിലിൽ തന്നെ അത് പതിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പ്രതിഷേധക്കാർ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങി ഈ ഗേറ്റിന്റെ മുന്നിൽ പ്രതിഷേധം വരുന്നത്. പക്ഷേ ആ സമയത്ത് പോലും, അതായത് വീടിന്റെ അകത്തേക്ക് കയറി വീടിന്റെ അകത്ത് റീത്ത് വെച്ച് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ആ സമയത്ത് പോലും പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റാൻ പോലീസ് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത്. കാരണം ഈ ഔദ്യോഗിക വസതിയുടെ അവിടെ നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രമേ ഉള്ളൂ കമ്മീഷണറുടെ ഓഫീസ് എന്ന് പറയുന്നത്. അവിടെയും ഒട്ടനവധി പോലീസുകാരുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു, യൂത്ത് പ്രവർത്തകർ വീടിന്റെ അകത്തേക്ക് തള്ളിക്കയറുന്നു. പക്ഷേ അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും അതിനെ പ്രതിരോധിക്കാൻ കൂടുതൽ പോലീസ് ആ സമയത്ത് എത്തിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയെ പറയുന്നത്. അതുമാത്രമല്ല, പിന്നീട് പോലീസുകാർ എത്തിയെങ്കിൽ പോലും ഈ പ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിച്ചില്ല. കാരണം പോലീസ് ഈ പ്രവർത്തകരെ വാഹനത്തിനകത്തേക്ക് കയറ്റുമ്പോഴും കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തി പോലീസ് വാഹനത്തിൽ നിന്ന് ഈ പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പിന്നീട് അവിടെ നിന്ന് പോലീസ് വാഹനം മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് വാഹനത്തിന്റെ ഡോറ് പോലും പൊളിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. പല സന്ദർഭങ്ങളിലായി പോലീസ് വാഹനം റോഡിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡിൽ കിടന്നുകൊണ്ട് പോലും പ്രതിഷേധക്കാർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്രയും വലിയ വീഴ്ച ഉണ്ടായിട്ട് ഏകദേശം അരമണിക്കൂറോളമാണ് ഈ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇത്രയും വലിയൊരു പ്രതിഷേധമുണ്ടായത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, അതായത് ഈ പ്രതിഷേധത്തിന് മുന്നേയാണ് മന്ത്രി ഇവിടെ നിന്ന് ഈ പത്തനംതിട്ടയിലെ പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി പോയത്. പക്ഷേ ആ സമയത്ത് അവിടെ മന്ത്രി ഉണ്ടായിരുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.